നിലവിൽ രണ്ടു തരം ആദായ നികുതി വ്യവസ്ഥകളാണ് രാജ്യത്തുള്ളത്. പഴയതും കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ന്യൂ റിഷീം രീതിയും. ഇതിൽ ന്യൂ റിഷീം രീതിയിലാണ് ഇപ്പോൾ ധനമന്ത്രി വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതിലേക്ക് വരും മുമ്പ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ന്യൂ റിഷീം പ്രകാരമുള്ള പുതിയ രീതി പ്രകാരമുള്ള സ്ലാബുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് 2024-25 അതായത് ഈ സാമ്പത്തിക വർഷത്തെ പുതിയ ആദായ നികുതിയുടെ സ്ലാബും പരിശോധിക്കാം. എന്താണ് കഴിഞ്ഞ വർഷത്തെ സ്ലാബ് എന്ന് നമ്മൾ ARലൂടെ പരിശോധിക്കാൻ ശ്രമിക്കുന്നു. 2023-24-25 ഇനി വരാൻ പോകുന്ന 2025-26. ഇപ്പോൾ 2024-25 നിലവിലുള്ള പഴയ ആദായ നികുതിയുടെ സ്ലാബാണ് പ്രേക്ഷകർക്കാണ്. 2024-25 സാമ്പത്തിക വർഷത്തെ 3 ലക്ഷം വരെയുള്ളവർക്ക് നികുതി അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ 3 മുതൽ 7 ലക്ഷം വരെയുള്ളവർക്ക് 5% നികുതി എന്നതാണ് കണക്ക്. 7 മുതൽ 10 ലക്ഷം വരെ 10%, 10 മുതൽ 12 ലക്ഷം വരെ 15%, 12 മുതൽ 15 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് 20% എന്ന നിരക്കിലാണ് കണക്ക്. 15 ലക്ഷത്തിന് മുകളിൽ എല്ലാവർക്കും 30% നിലവിലുള്ള ന്യൂ റിഷീം പ്രകാരമുള്ള 2024-25 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി സ്ലാബ്. ഇനി 2025-26 വർഷത്തെ ഇന്ന് പ്രഖ്യാപിച്ച പുതിയ ആദായ നികുതി സ്ലാബ് കൂടി നമുക്കൊന്ന് കാണാം. എന്താണ് മാറ്റമെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4 ലക്ഷം വരെയാണ് ഇപ്പോൾ വരുമാനത്തിന് നികുതിയില്ലാത്തതായിട്ടുള്ളത്. 2025-26 വർഷത്തെ ആദായ നികുതിയുടെ ഘടനയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ വർഷം 3 ലക്ഷം രൂപ വരെ നികുതി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാറ്റി ഇപ്പോൾ അത് 4 ലക്ഷം രൂപ വരെ ആക്കിയിരിക്കുന്നു. 4 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ വാർഷിക വരുമാനമെങ്കിൽ നിങ്ങൾ ഒരു പൈസയും കൊടുക്കേണ്ടതില്ല. നിങ്ങൾ അതിനുശേഷം അതായത് 12,75,000 പുറത്ത് വരുമാനം കിട്ടുന്നവരുടെ കാര്യത്തിലാണ് ഈ സ്ലാബ് ഇപ്പോൾ ബാധകമായിരിക്കുന്നത്. 4 മുതൽ 8 ലക്ഷം വരെയുള്ള വരുമാനത്തിന് 5% എന്ന നിലയിലും 8 മുതൽ 12 ലക്ഷം വരെയുള്ളതിന് 10% എന്ന നിലയ്ക്കുമാണ് ഇപ്പോൾ നികുതി വർധന. 12 മുതൽ 16 ലക്ഷം വരെ 15% കൊടുക്കേണ്ടത്. എന്നാൽ അതിനുശേഷം 16 മുതൽ 20 ലക്ഷം വരെ 20% പുതിയ ആദായ നികുതി സ്ലാബ് പ്രകാരം നൽകേണ്ടത്. ഓർമ്മിക്കണം, കഴിഞ്ഞ വർഷം 15 ലക്ഷത്തിന് മുകളിൽ 30% നികുതി നിരക്ക് 15 ലക്ഷത്തിന് മുകളിൽ അതായത് 16 ലക്ഷം മുതൽ 20 ലക്ഷം വരെ 20% മാറ്റിയിരിക്കുന്നു. തീർന്നില്ല, വലിയൊരു പ്രഖ്യാപനം കൂടി നടത്തി. ഈ ആദായ നികുതി സ്ലാബിലേക്ക് ഒരു പുതിയ ഘടന കൂടി കൊണ്ടുവന്നു. ഇതുവരെ 25% എന്നുള്ളത് നമ്മുടെ ആദായ നികുതി സ്ലാബിൽ ഉണ്ടായിരുന്നില്ല. ആ 25% കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 20 മുതൽ 24 ലക്ഷം വരെ വാർഷിക വരുമാനം അത് 25% നൽകേണ്ടത്. 20 മുതൽ 24 ലക്ഷം വരെയുള്ളവയുടെ 25% നൽകേണ്ടത്. 24 ലക്ഷമാണ് ഏറ്റവും ഉയർന്ന ക്യാപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. 24 ലക്ഷത്തിന് മുകളിൽ 30% നൽകണം. നേരത്തെ ഇത് 15 ലക്ഷമായിരുന്നു. ആ 15 ലക്ഷമുള്ളത് മാറി പകരം 24 ലക്ഷമാക്കി മാറ്റിയിരിക്കുന്നു. 24 ലക്ഷത്തിന് മുകളിലുള്ള ഓരോ വരുമാനത്തിനും 30% എന്ന നിലയിലാണ് ടാക്സ് നൽകേണ്ടത്. ഇതാണ് ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്ന ആദായ നികുതി സ്ലാബ്. 2024-25 വർഷത്തെ അപേക്ഷിച്ച് സാധാരണക്കാരന്റെ കയ്യിൽ, ഇടത്തരം മധ്യവർഗ വരുമാനമുള്ളവരുടെ കയ്യിൽ കൂടുതൽ പണമെത്താൻ സഹായിക്കും.